ഇനി ഈ മുഖം കാണണ്ട എന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിലെ ജനങ്ങൾ പോലും എടുത്ത് കുപ്പത്തൊട്ടിയിൽ കളഞ്ഞതാണ്. എന്തു വന്നാലും എനിക്ക് പ്രതിപക്ഷ നേതാവാകണം എന്ന ഒറ്റ വാശിയിലാണ്. വെറും 26 എംഎൽഎമാർ മാത്രമുള്ള അഖിലേന്ത്യാ വേൾഡ് ബ്യൂറോ 2 ദിവസമായി ദില്ലിയിൽ ചർച്ച ചെയ്യുന്നു. ഇയാൾക്ക് പ്രതിപക്ഷ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അടുത്തയാളെ തീരുമാനിച്ച് യോഗം പിരിയാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ ഇയാൾ ഒറ്റക്കാലിൽ നിൽക്കുകയാണ്. അതാണ് അസാധാരണമാംവിധം യോഗം 2ാം ദിവസവും നീണ്ടുപോകുന്നത്. പ്രതിപക്ഷത്തു നിന്നും ഭരണഘടന പ്രകാരം ഒരാൾക്ക് മാത്രമേ സർക്കാർ സൗകര്യങ്ങളുള്ളൂ. അത് പ്രതിപക്ഷ നേതാവിനാണ്. എംഎൽഎമാർക്ക് എംഎൽഎ ക്വാർട്ടേഴ്സാണ് അനുവദിച്ചിട്ടുള്ളത്. കൺട്രോൾമെന്റ് ഹൌസ് എന്ന സർക്കാർ ബംഗ്ലാവും 30 സ്റ്റാഫും വീട്ടിൽ ജോലിക്കാരും ഭക്ഷണവും 2 പോലീസ് വണ്ടിയും പ്രത്യേക പ്രിവിലേജും പ്രതിപക്ഷ നേതാവിന് ലഭിക്കും. പാർട്ടിയിൽ ചേർന്ന കാലം മുതൽ നാട്ടുകാരുടെ വിയർപ്പു തിന്ന് ജീവിച്ച അയാൾക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമെങ്കിൽ അതായാലും മതി, എനിക്ക് നാട്ടുകാരുടെ വിയർപ്പ് തിന്നാതെ പറ്റില്ല എന്ന ഒറ്റ വാശിയിലാണ്. പണ്ടത്തെ വിജയനായിരുന്നെങ്കിൽ ദില്ലിയിലൊന്നും പോകില്ല, ഇങ്ങനെ യോഗം കൂടില്ല. തിരുവനന്തപുരത്തിരുന്ന് ഞാൻ തന്നെ രാജാവ് എന്ന ഒറ്റ വരിയിൽ ഒരു പ്രഖ്യാപനം നടത്തി നേരെ കാര്യത്തിലേക്ക് കടന്നേനെ. ജനങ്ങൾ കാലേവാരി നിലത്തടിച്ചില്ലേ. എന്തായാലും ഒഴിഞ്ഞുവെന്ന് വിചാരിക്കേണ്ട. പ്രതിപക്ഷ നേതാവിന്റെ കോലത്തിൽ